പത്തനംതിട്ട KSRTC ടെർമിനൽ കോംപ്ലക്സിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഫയർ സേഫ്റ്റി സംവിധാനം മാറ്റി പുതിയത് സ്ഥാപിക്കാൻ ഒരുങ്ങിയാണ് മാനേജ്മെന്റ്. നിലവിലെ സംവിധാനം അഗ്നിരക്ഷാസേനാ വിഭാഗത്തിന്റെ NOC ലഭിക്കുന്നതിന് പര്യാപ്തമല്ലാത്തതിനാലാണ് നീക്കം. ഇതിനായി ഘട്ടം ഘട്ടമായി 55 ലക്ഷം രൂപ അനുവദിക്കാൻ തീരുമാനമായതായി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. NOC കിട്ടാത്തത് ഈ വളരെ വർഷം മുമ്പ് തുടങ്ങിയ കെട്ടിടമാണ്. പണി തീരുമ്പോഴേക്കും അന്നത്തെ പ്ലാനിലുള്ളതിനേക്കാൾ വ്യത്യസ്തമായ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ വന്നു. അപ്പോൾ ആ ചട്ടം ലംഘിക്കപ്പെട്ടു. അപ്പോൾ ചട്ടം പരിഹരിക്കണം. നമ്മളതിൻ്റെ ഇപ്പോഴത്തെ ചട്ടത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് കൊണ്ടുവരണം. ഒരു 50-55 ലക്ഷം രൂപയെങ്കിലും ഫയറിൻ്റെ കാര്യത്തിന് വേണ്ടി തന്നെ വേണ്ടി വരും. അത് കുറേശ്ശെ കൊടുക്കാന്നുള്ള നിലയിലാണ് ചെയ്യിക്കും ഉടനെ ചെയ്യും. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ. പ്രവീൺ, എന്താണ് ഈ പഴയ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം മാറ്റാനുണ്ടായ ഒരു സാഹചര്യം? NOC കിട്ടാൻ എന്തായിരുന്നു തടസ്സം? ഗുഡ് മോർണിംഗ്. പത്തനംതിട്ട KSRTC ടെർമിനൽ കോംപ്ലക്സ് നിലവിൽ അഗ്നിരക്ഷാസേനയുടെ NOC ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. 9 കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച ഈ കെട്ടിടത്തിന് അഗ്നിരക്ഷാസേനയുടെ NOC ഇതുവരെ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. KSRTC ഇതുവരെ NOCക്ക് അപേക്ഷ പോലും ഫയർഫോഴ്സിൽ നൽകിയിട്ടില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നുള്ളത്. ഇതിന് കാരണമായി ഇപ്പോൾ മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കെട്ടിടം നിർമ്മിച്ചത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു നിയമപ്രകാരം ചട്ടപ്രകാരം ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള ഈ ഫയർ സേഫ്റ്റി സംവിധാനം പര്യാപ്തമല്ല എന്നാണ് ഗണേഷ് കുമാർ സൂചിപ്പിച്ചത്. പക്ഷേ ഫയർഫോഴ്സ് അധികൃതരുമായി നാം ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഈ KSRTC ടെർമിനൽ കോംപ്ലക്സ് ഇവിടെ നിർമ്മിക്കുന്നതിന് സൈറ്റ് NOC നേരത്തെ തന്നെ KSRTC എടുത്തിരുന്നു. അതായത് ഈ സ്ഥലം ഒരു KSRTC ടെർമിനൽ നിർമ്മിക്കുന്നതിന് പര്യാപ്തമാണോ എന്നതിൻ്റെ പരിശോധന നടത്തി അന്ന് തന്നെ ഫയർഫോഴ്സ് വിഭാഗം NOC നൽകിയിരുന്നു. അപ്പോൾ ആ സമയത്ത് NOC ലഭിച്ച ആ കാലഘട്ടത്തിലെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം ഇവിടെ ഫയർ സേഫ്റ്റി സംവിധാനം ഒരുക്കിയാൽ മതി എന്നാണ് ഫയർഫോഴ്സ് വിഭാഗം അറിയിക്കുന്നത്. പക്ഷേ മന്ത്രി ഇപ്പോൾ പറഞ്ഞത് ചട്ടങ്ങളിൽ മാറ്റം വന്നു, അതിനനുസരിച്ചുള്ള പുതിയ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നതാണ് അന്ന് ഈ കെട്ടിടം നിർമ്മിച്ചപ്പോൾ ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ ഒരുക്കിയത്. പക്ഷേ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ന്യൂനത എന്നുള്ളത് ഇത് ഓട്ടോമാറ്റിക് സംവിധാനമാണ് ഈ കാണുന്നത്. അതായത് ഒരു തീപിടുത്തമോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ വെള്ളം ഇവിടെ ചീറ്റത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ അന്ന് നിർമ്മിച്ചിരുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനത ഇവിടെ 5ഓളം ടാങ്കുകൾ വെള്ളം എപ്പോഴും സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ KSRTC ടെർമിനലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ അവിടെ തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ആ 5 ടാങ്കുകൾ അന്ന് നിർമ്മിച്ചിരുന്നില്ല. അതുകൊണ്ടുകൂടി തന്നെയാണ് ഒരുപക്ഷെ KSRTC ഇതുവരെയായിട്ടും ഫയർഫോഴ്സിൻ്റെ NOC ലഭിക്കുന്നതിന് ഫയർഫോഴ്സ് വിഭാഗത്തിൽ ഒരു അപേക്ഷ പോലും നൽകാതിരുന്നത്. ഏതായാലും മന്ത്രി ഇപ്പോൾ പറഞ്ഞത് പുതിയ സംവിധാനം ഒരുക്കുന്നതിന് 55 ലക്ഷം രൂപയോളം ചെലവ് വരും. അത് ഘട്ടം ഘട്ടമായി അനുവദിക്കും എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ഇവിടെ ഈ KSRTC ഇവിടെ ധാരാളം കടമുറികൾ പണിതിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡെപ്പോസിറ്റ് തുക വ്യാപാരികളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇതുവരെ കട തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണവും ഫയർഫോഴ്സിൽ നിന്നുള്ള NOC ഈ KSRTC ടെർമിനലിന് ലഭ്യമാകാത്തതാണ്. ഏതായാലും മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഈ ഘട്ടം ഘട്ടമായി പണം അനുവദിച്ച് ഇപ്പോൾ കോടികൾ മുടക്കി നിർമ്മിച്ച ഈ സംവിധാനങ്ങളൊക്കെ ഇനി മാറ്റി സ്ഥാപിക്കാനുള്ളൊരു നീക്കത്തിൽ കൂടിയാണ് KSRTC. പുതിയ സംവിധാനം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് മാനേജ്മെന്റ്. പത്തനംതിട്ടയിൽ നിന്നും പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.